നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 7 മാസത്തിനിടെ ദുബായിൽ 4.28 ലക്ഷം ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി പോലീസ്. ആഡംബര കാറുകൾ, ടാക്സി മേഖലകളിൽ നിന്നുള്ള നിയമലംഘനങ്ങളും ഇതിൽ ഉൾപ്പെടും. AI ഉപയോഗിച്ചുള്ള സ്മാർട്ട് നിരീക്ഷണ സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് ഇത്രയും അധികം നിയമലംഘനങ്ങൾ കണ്ടെത്തിയതെന്ന് ദുബായ് പോലീസ് വ്യക്തമാക്കി. കുവൈത്തിലെ ഫർവാനിയയിൽ അനധികൃതമായി പ്രവർത്തിച്ചു വന്നിരുന്ന സ്വകാര്യ ക്ലിനിക് പൂട്ടിച്ച് കുവൈത്ത് പോലീസ്. ക്ലിനിക്കുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന 4 ഇന്ത്യക്കാരടക്കം 8 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. പ്രതികളെ തുടർ നടപടികൾക്കായി പ്രോസിക്യൂഷന് കൈമാറിയതായി അധികൃതർ അറിയിച്ചു. നിയമലംഘകരെ കണ്ടെത്താനായി രാജ്യവ്യാപക പരിശോധന നടത്തി സൗദി ആഭ്യന്തര മന്ത്രാലയം. ഒരാഴ്ചക്കിടെ വിവിധ നിയമലംഘനങ്ങളിൽ പിടിക്കപ്പെട്ട 14,916 പ്രവാസികളെ നാടുകടത്തി. താമസ, തൊഴിൽ, അതിർത്തി നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടി തുടർന്നും സ്വീകരിക്കുമെന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തി. ട്രാഫിക് പിഴകളിൽ 50% ഇളവ് നൽകുമെന്ന പരസ്യങ്ങളിൽ സത്യാവസ്ഥ വെളിപ്പെടുത്തി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഈ പരസ്യങ്ങൾ അതോറിറ്റി പുറത്തിറക്കിയതല്ലെന്നും വ്യാജ പ്രചാരണങ്ങളിൽ ജനങ്ങൾ വീഴരുതെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദുബായിൽ താമസിക്കുന്നവർക്ക് ഇമെയിലുകൾ വഴിയും സോഷ്യൽ മീഡിയയിലൂടെയും ഈ പരസ്യം ലഭിച്ചിരുന്നു. ഒട്ടകങ്ങളെ മേയ്ക്കുന്നവർക്ക് സഹായകരമാകുന്ന AI ക്യാമറ വികസിപ്പിച്ച് സൗദി അറേബ്യ. ഒട്ടകങ്ങളെ തിരിച്ചറിയാനും അവയുടെ സഞ്ചാരം ട്രാക്ക് ചെയ്യാനും ഈ ക്യാമറകൾക്ക് സാധിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പുതിയ ക്യാമറ ജിദ്ദ കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഒരു കൂട്ടം ഗവേഷകരാണ് വികസിപ്പിച്ചെടുത്തത്. കുറഞ്ഞ ചെലവിലുള്ള ഡ്രോൺ സിസ്റ്റം ക്യാമറയാണ് ഗവേഷകർ നിർമ്മിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സ്.